ഹായ് ഫ്രണ്ട്സ്, ഇന്നപ്പോൾ ഒരു കുട്ടി ഗുരുവായൂർ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഈവനിങ് ആയപ്പോൾ ഞാൻ അമ്മയും കൂടെ ഒന്ന് ഗുരുവായൂർ വരുന്ന പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. ഗുരുവായൂർ അമ്പലത്തിന് അതിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് അല്ലേ. ഗുരുവായൂർ നമ്മുടെ സ്വന്തം സ്ഥലമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ആകെ 1-2 കിലോമീറ്റർ പോലും തികച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ. അങ്ങനത്തെ അമ്പലത്തിന് അവിടേക്ക് എത്തി. ഞാൻ കിഴക്കേനടയിൽ വണ്ടി വെച്ച് ഇപ്പം ആ ഒരു അമ്പലത്തിൻ്റെ അതിലുള്ള വഴിക്കൂടെ ഇങ്ങനെ കിഴക്കേനടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ 2 സൈഡിലും ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഷോപ്പുകളുണ്ട്, അത് പോരാതെ റോഡ് സൈഡിലും ഇങ്ങനെ കുറേ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുവാണ്. അതിനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസ് വിൽക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇത് 2 150 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ 2 സെയിം വേണ്ട, ഓരോന്നും എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ്. അപ്പോൾ ഞാനിതൊന്ന് 2 ഓരോന്ന് എടുത്തു. ഇങ്ങനെ വാങ്ങിക്കുന്ന ഐറ്റംസ് ഒക്കെ റൂമിൽ അവിടെ ഇവിടെ കയ്യിൽ കൊടുത്ത് തൂക്കിയിട്ട് കേട്ടോ. ഞാൻ എവിടെ പോയാലും ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിക്കാറുണ്ട്. അങ്ങനെ വീണ്ടും അമ്പലത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെയുള്ള നടപ്പല്ല കേട്ടോ, ചുറ്റോടുള്ള ഷോപ്പൊക്കെ ഇങ്ങനെ നോക്കി അതിലുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടുള്ള നടപ്പാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഭരതനാട്യം അങ്ങനെ എന്തോ ആണ്. അമ്പലത്തിൽ അത്യാവശ്യം ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാടല്ലെങ്കിലും പതിവ് പോലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാൻ വേണ്ടി നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലോട്ട് പോവാണ്. ഉള്ളിലോട്ടൊന്നും കയറിയിരുന്നില്ല, കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സൈഡിൽ നിന്നിട്ട് കുറച്ച് നേരം ഡാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അതൊക്കെ പടിഞ്ഞാറ് നടയിലോട്ട് നടന്നു. അപ്പോൾ പണ്ട് അവിടെ ഒരു മരം ഉണ്ടായിരുന്നത്, കുറച്ച് അതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടി കളഞ്ഞിരുന്നല്ലോ. അതൊക്കെ ഇപ്പോൾ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം അതിൻ്റെ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പടിഞ്ഞാറ് നടയിലോട്ട് ഞങ്ങൾ അങ്ങനെ അധികം കണ്ടു പോയില്ല, നേരെ തിരിച്ചു. അങ്ങനെ വീണ്ടും റിട്ടേൺ ആ ഓഡിറ്റോറിയം ചുറ്റി അങ്ങനെ വരുന്ന സമയത്താണ് അമ്മ പറയണേ, നോക്കതൊരു ചെറിയൊരു ചക്ക നിന്നിട്ട് കളിക്കുന്നു എന്നുള്ള സെൻറ്ററിൽ. അപ്പോൾ നോക്കിയപ്പോൾ ശരിയാണല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ അവിടെ നിന്നിട്ട് ആ കുട്ടിയുടെ കളിയൊക്കെ ഒന്ന് വീണ്ടും കണ്ടിരുന്നു. പിന്നെ അതിനേരം നിന്നില്ല കേട്ടോ, അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു. വീണ്ടും ഈ പറഞ്ഞ പോലെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അമ്മി ഇത് തന്നെയാണ് അവസ്ഥ. ഫുള്ളിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുക തന്നെയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പം കുറച്ച് വിളക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പുകൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വിൽക്കുന്ന നല്ല രസമുണ്ട്. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എപ്പോഴും വരുമ്പം ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഒരു കോഫി കുടിക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ കോഫി ഹൗസിൽ കയറിയപ്പോൾ ഉണ്ട് നല്ല തിരക്കും. അപ്പോൾ ഇരിക്കാനൊന്നും ഒട്ടും സ്ഥലമില്ലായിരുന്നു. അപ്പോൾ കയറിയ പോലെ തന്നെ തിരിച്ചു പോന്നു. അങ്ങനെ വീണ്ടും നടക്കുമ്പം പാനിപൂരി വയ്ക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്ലേറ്റ് പാനിപൂരി കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയോട് കൂടി നിന്നിട്ട് ഒരു പ്ലേറ്റ് പാനിപൂരി അങ്ങോട്ട് വാങ്ങിച്ചു കഴിച്ചു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് സാരി നോക്കണം, ഷോപ്പിൽ കയറണം എന്ന് പറഞ്ഞപ്പം അവിടെ കയറിയിട്ടോ. അങ്ങനെ അവിടെ കുറച്ചധികം നേരം നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ടയേർഡായി പോയിട്ടോ. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ കോഫി കുടിക്കാമെന്ന് പറഞ്ഞാൽ വീണ്ടും ഇന്ന് കോഫി ഹൗസിലേക്ക് തന്നെ തിരിച്ചു പോയി. അവിടെ പോയപ്പോൾ അതുപോലെ തന്നെ കോഫി, അതിന് കൂടി 2 കട്ട്ലേറ്റ് നിർബന്ധമാണ്. അതങ്ങനെ വാങ്ങിച്ചു, അത് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ചെറിയൊരു ഗുരുവായൂർ ട്രിപ്പ് കഴിഞ്ഞു. ഞങ്ങളത് വണ്ടി എടുക്കാൻ വേണ്ടി നേരെ തിരിച്ച് വീണ്ടും കിഴക്കേനടയിലേക്ക് പോകണം. മറ്റേ റെയിൽവേ സ്റ്റേഷൻ അടുത്തൊക്കെ ആയിട്ടാണ് ഞാൻ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. വണ്ടി എടുക്കാൻ പോയിപ്പോണ്ട് വേറെ ഒരു പട്ടിക്കൂട്ടം അവിടെ നിൽക്കുന്നു. ഞങ്ങൾ കൂടെ വരുവാണെന്നുള്ള പോലെ ഞാൻ വണ്ടി എടുക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. അവനങ്ങനെ അങ്ങോട്ട് പോയി. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ 2-3 കവർ നിറച്ച സാധനങ്ങളാണ്. ഗുരുവായൂരൊന്ന് ചെറുതായിട്ട് പോയത്, ആ കാണുന്നതാണ് ഈ സാധനങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയുള്ള ഞങ്ങൾ ഇന്നത്തെ ഗുരുവായൂർ വ്ളോഗ്. സാധാരണ ഞങ്ങൾ ഗുരുവായൂർ വന്നു കഴിയുമ്പോൾ പ്രിയങ്ക ഷോപ്പിലൊന്നും കയറാതെ വരാറില്ല. പക്ഷേ ഇന്ന് ചെറിയൊരു ട്രിപ്പായിരുന്നു, വേഗം പോയി വേഗം തിരിച്ചു വന്നുള്ള പോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. ബൈ.